ആ പ്രവാചകരോടുള്ള ഇത്തിബാഉം മുഹബ്ബത്തും അതിനെ പിൻപറ്റലും സ്നേഹിക്കലുമൊക്കെ എന്തിനാണോ അള്ളാഹുവിന്റെ റസൂല് വന്നിട്ടുള്ളത്, എന്ത് ദൗത്യമാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്, അത് മനസ്സിലാക്കുന്നതിലും പഠിക്കുന്നതിലും ഏറ്റെടുക്കുന്നതിലുമൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂൽ തിരുമേനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, എല്ലാ ഭാഗത്തും, എല്ലാ സമയത്തും, എല്ലാ സന്ദർഭങ്ങളിലും, ഏത് കാര്യത്തിലും മാതൃകാ പുരുഷനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മുഹമ്മദ് നബിയുടേതല്ലാത്ത ഒരാളുടെയും മാതൃക ഒരു കാര്യത്തിലും ഞാൻ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഇലാഹാണെന്നും മുഹമ്മദ് നബി റസൂലാണെന്നും സമ്മതിച്ചു കൊടുക്കലാണ്. ആ സമ്മതിച്ചു കൊടുക്കൽ കൊണ്ട് നമ്മളിൽ വന്നു ചേരുന്ന ഉത്തരവാദിത്വം, ബാധ്യത, കരാറ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്റെ റോൾ മോഡൽ, എന്റെ മാതൃകാ പുരുഷൻ, എന്റെ നേതൃത്വം, എന്റെ ഇമാമ്, എന്റെ സയ്യിദ് എല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്റെ മറവറോ മുഹമ്മദ് നബി അംഗീകരിക്കാത്ത ഒരാളെയും മാതൃകാ വ്യക്തിത്വമോ എന്റെ ലീഡറോ ആയി ഒരു കാര്യത്തിലും നമ്മൾ അംഗീകരിക്കില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരെ മാത്രമേ എന്റെ ലീഡറും, എന്റെ ക്യാപ്റ്റനും, എന്റെ നേതാവും, എന്റെ സയ്യിദും, എന്റെ ഇമാമും ഒക്കെ ആയിട്ട് ഞാൻ അംഗീകരിക്കുള്ളൂ. ഇതൊന്നും അറിയാതെ ഏതൊരു മുഹമ്മദ് നബി ഉണ്ടായിരുന്നു, അത് ഭയങ്കര സംഭവമായിരുന്നു എന്നൊന്നും വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലീഡർ തന്നെയാണ്, ക്യാപ്റ്റനാണ്, മികച്ച നേതൃത്വമാണ്. ആ പ്രവാചകന്റെ അടുക്കലേക്ക് അടുപ്പിച്ചു നിർത്താൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ പോലും വളരെ വളരെ അപൂർവമായിരിക്കും ലോകത്ത്. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക കാര്യത്തിൽ റസൂലാണ് എന്റെ ഇമാമ്, എന്റെ നേതാവ് എന്ന് പറയലല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. പരലോകത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ്. ഈ രണ്ട് മാനദണ്ഡങ്ങളില്ലാത്ത ഒരാളെ പിൻപറ്റാനും പാടില്ല. അള്ളാഹു, മരണാനന്തര ജീവിതം. അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമില്ലാത്ത ഒരാളും പിൻപറ്റാൻ പാടില്ല. കാരണം അത് തനി ഭൗതികമായിരിക്കും, ലാഭകച്ചവടമായിരിക്കും, സ്വാർത്ഥതയായിരിക്കും, കുടിലതയായിരിക്കും, കുതന്ത്രങ്ങളായിരിക്കും, അതിക്രമോ അനീതിയും അക്രമവും ഒക്കെ ആയിരിക്കും അവർ പ്രതിനിധീകരിക്കുക. അവർക്ക് ആരോടും ബാധ്യതകളില്ല. അത്തരം ആളുകളെ വിചാരണ ചെയ്യാനോ ഏതെങ്കിലും അർത്ഥത്തിൽ എന്തിനെങ്കിലും ഒന്നും വിധേയമാക്കാനോ ചിലപ്പോൾ ലോകത്ത് ആർക്കും കഴിഞ്ഞോളണമെന്നില്ല. അള്ളാഹ് കഴിയത് വേറെ ചോദ്യമാണ്. അപ്പൊ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത എന്താണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അതിനെ ഒരർത്ഥത്തിലും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ, അതുകൊണ്ടുള്ള എല്ലാ കാര്യം മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ശരി, എത്ര ചെറിയ കാര്യമാണെങ്കിലും ശരി, അത്യന്തം ഗുരുതരമായ വലിയ വലിയ സംഭവങ്ങളാണെങ്കിലും ശരി, അള്ളാഹുവിനെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്ന, തള്ളിപ്പറയുന്ന ഒന്നിനെയും നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. ഈ ആയത്തിലും അള്ളാഹ് പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്, മികച്ച മാതൃക. ഏതൊരു അഴകോടമ്പൻ, ഒരു വാടിത്തളർന്ന, അല്ലെങ്കിൽ ഊതി വേർപ്പിച്ച, അല്ലെങ്കിൽ കൃത്രിമമായി നിങ്ങളുടെ മുമ്പിൽ വെളുപ്പിച്ച് അവതരിപ്പിക്കുന്ന, അങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് നല്ല ഗ്ലാമറൊക്കെ ഉണ്ടാക്കി അവതരിപ്പിക്കുന്ന ഒരു മാതൃകയൊന്നുമല്ല.
റെഡിമെയ്ഡ് സ്വഭാവത്തിൽ അതിനൊക്കെ ധാരാളം വിശദീകരണം നമുക്ക് അറിയാവുന്നതാണ്. സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, മത നേതൃത്വങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇന്ന് പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവരെ വളരെ മനോഹരമായി അലങ്കരിക്കുന്ന, ഇല്ലെങ്കിലും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ വലിയ സംഭവമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുക്കും. എന്നിട്ട് അവര് ഭയങ്കരാണ് എന്നൊക്കെ നമ്മളോട് പറയും. പിന്നെ ഓല ബൈക്കും, ഓല കാറും, ഓല വീടും, ഓല പാന്റും, ഓല ട്രൗസറും, ഓല് കുടിക്കുന്നതും, ഓല് തിന്നുന്നതും, ഓല് കാണുന്നതും, ഓല് ഇരിക്കുന്നതും, ഓല് നടക്കുന്നതും ഒക്കെയാണ് നമ്മുടെ മോഡൽ. റൊണാൾഡോയ്ക്ക് 100 കോടി ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. എത്ര കാലം ഉണ്ടാവും അത്? ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലുകൾക്ക് നല്ല മാതൃകയാണ്, മനോഹാരിതയുള്ള മാതൃകയാണ്, ലളിത സുന്ദരമായ മാതൃകയാണ്, മനുഷ്യത്വവും ജൈവികതയും പച്ചപ്പുമുള്ള മാതൃകയാണ്. റെഡിമെയ്ഡ് എന്താ പറയാ, ടെക്നിക്കൽ സംവിധാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റോൾ മോഡലല്ല. ഒരു യന്ത്രമനുഷ്യനെ പോലെ നിങ്ങളെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം അല്ല റസൂല്. പച്ച മനുഷ്യനാണ്. നിങ്ങൾ റസൂലിനെ പഠിച്ചു നോക്ക്. റസൂലിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് എന്തൊരു മാതൃക. അതിന്റെ വിശദാംശങ്ങൾ ഞാനിപ്പോ പോകാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. നമ്മുടെ കല്യാണോ, തക്കാരോ, മരണോ, ജീവിതമോ ഒക്കെ റസൂലിന്റെ തന്നെ ആയിരിക്കണം. റസൂലിന്റെ സുന്നത്തും റസൂലിനെ പിൻപറ്റുന്നതും റസൂലിനോടുള്ള മുഹബ്ബത്തും റസൂലിനോടുള്ള ഇത്തിബാഉം ഒക്കെ ഭയങ്കരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്. അതിന്റെ പ്രകടനങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണത്. പക്ഷെ നമ്മുടെ കല്യാണത്തിൽ റസൂലിനോടുള്ള ഇത്തിബാഉ ഇല്ല. റസൂൽ നടത്തിയ പോലെയുള്ള ഒരു കല്യാണം ആവണ്ടേ നമ്മുടെ കല്യാണം? നമ്മുടെ ബിസിനസ് റസൂൽ നടത്തിയ പോലെ ആവണ്ടേ? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം റസൂൽ നടത്തിയ പോലെ ആവണ്ടേ? നമ്മുടെ മതപ്രവർത്തനം റസൂൽ നടത്തിയ പോലെ ആവണ്ടേ? നമ്മുടെ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ റസൂൽ നടത്തിയതുപോലെ ആവണ്ടേ? ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഒരാളെ വെറുക്കുന്നതും ഒക്കെ റസൂൽ പറഞ്ഞ പോലെ ആവണല്ലോ. ആകെ കൂടി റസൂലിന്റെ സുന്നത്ത് ആരാധനാ കാര്യങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. പള്ളിയിൽ കൈ കെട്ടുമ്പോ, ഗുനൂത്ത് ഓതുമ്പോ, തറാവീഹ് നിസ്കരിക്കുമ്പോ ഇതൊക്കെ ഭയങ്കര പ്രശ്നം. തൊപ്പി വെക്കണോ, താടി വേണോ, 3 ആണോ, 1 ആണോ, 13 ആണോ, 23 ആണോ, 33 ആണോ, അങ്ങനെ ചോദിച്ചിട്ട് പൊതുസമൂഹത്തിന് കൃത്യമായ ഉപകാരങ്ങളൊന്നുമില്ലാത്ത അനുഷ്ഠാന ആചാരങ്ങളിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട സകല തർക്കവിതർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കെടുത്ത് പരിശീലിച്ചു കൊണ്ടു. റസൂലിന്റെ സുന്നത്ത് എവിടെ വേണ്ടത്? റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് റസൂലിന്റെ 63 വയസ്സും അതിലെന്താണെങ്കിലും 23 വയസ്സും കൃത്യമാണ്. 13 വർഷത്തെ മക്കയും 10 കൊല്ലത്തെ മദീനയുണ്ട്. എന്തൊരു മനോഹാരിതയുള്ള ജീവിത. ആ ജീവിതത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കാണിച്ചിട്ടുള്ള, നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള റസൂലിന്റെ പച്ചയായ ജീവിതമുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് റസൂല് മാതൃകയാവണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതുകൊണ്ട് നമ്മളൊക്കെ കുട്ടികളെ മാതൃക റസൂൽ തന്നെയാണോ? നമ്മളെ മാതൃക റസൂൽ തന്നെയാണോ? നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ റസൂലിനെ തന്നെയാണോ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്? ഒക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവത്തിൽ. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം. റസൂലിന്റെ സുന്നത്തും നമ്മുടെ സുന്നത്തും. നമ്മൾ ആരാ സുന്നത്താണ്? നമ്മളെ ഭൂരിപക്ഷം സുന്നത്തും ഇസ്രായേലിന്റെ സുന്നത്താ. നിങ്ങളൊരു തെറ്റിദ്ധാരണ വേണം. ഡിവൈസ് മാത്രമൊന്നല്ല പോലെ വെച്ചിട്ടൊന്നുമല്ല. നമ്മുടെ മസ്തിഷ്കങ്ങളെയും മനസ്സുകളെയൊക്കെ ആദ്യം ചതറിച്ചിട്ടുണ്ടവർക്ക്. വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ, നിലപാടുകളിൽ, സമീപനങ്ങളിൽ, ഹറാമുകളിൽ, ഹലാമുകളിൽ എല്ലാറ്റിലും അവർ ആദ്യ സ്ഫോടനം നടത്തി കളഞ്ഞിട്ടുണ്ട്, കലക്കി കളഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെ തിരിച്ചറിയാനും ഉരുത്തിരിച്ചെടുക്കാനും തിരിച്ചറിയാനും നിലപാടെടുക്കാനും ഒക്കെ ഉള്ള മനുഷ്യന്റെ ശേഷിയെ, അതിനാണ് ഈ ഡിവൈസുകൾ വന്നിട്ടുള്ളത് പോലും. ചെറിയ കുട്ടിയുടെ കയ്യിലടക്കത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മൊബൈൽ ഒരുത്തിന്റെ കയ്യിലും ഒരുത്തിന്റെ കയ്യിലാണ് കൊടുത്താൽ ശരിയായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മിക്കവാറും തകർന്ന് തരിപ്പണാകാൻ വേറെ എവിടെയും പോകുന്നു വേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു കാലാണത്. ഒറ്റക്ക് ലിബറലിസവും അതിന്റെ വിശുദ്ധമായ ഇടങ്ങളും സർവതന്ത്ര സ്വാതന്ത്ര്യമൊക്കെ കൂടിച്ചേരുന്നതോട് കൂടി വ്യക്തി കൊളന്തോണ്ടാൻ കണ്ടാൽ ഭയങ്കര മുത്തക്കയാണ്, ഇമാമാണ്, നേതാവാണ്, അനുയായിയാണ്, വിശുദ്ധനാണ് എന്നൊക്കെ തോന്നുമ്പോൾ തന്നെ അകത്തളങ്ങളിൽ നമ്മളെ ദ്രവിപ്പിച്ച് ദുർബലപ്പെടുത്തി ധാർമ്മികമായ നമ്മുടെ കരുത്തിനെ അകത്ത് നിന്ന് നശിപ്പിക്കാൻ കഴിയുന്ന ആധിമാരകമായ സിസ്റ്റങ്ങളാണ് ഇവര് ആദ്യം പൊട്ടിച്ചളഞ്ഞിട്ടുള്ളത്. അവിടെ മസ്തിഷ്കങ്ങളിൽ മനസ്സിനൊക്കെ ഇവര് പണ്ടനെ ചതറിയിട്ടുണ്ട്. ആ ചതറിയ പാർലമെന്റുകളും മതകേന്ദ്രങ്ങളും സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ മനുഷ്യന്റെ കയ്യിൽ കിടക്കണം ഇത് മാത്രം പൊട്ടിയതുകൊണ്ട് മരിച്ചു രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. രക്തസാക്ഷിയെങ്കിലും ആയി കിട്ടും. മറ്റത് വെറും ജഡമായി നമ്മളെ ജീവനില്ലാതെ കൊല്ലാതെ കൊന്ന് ഇന്ന് ഗിരിപ്പന്നികളെയും അതുപോലെ തന്നെ അറബുമാടുകളെയും നമ്മൾ ഉപയോഗിക്കുന്ന കോഴിയൊക്കെ വളർത്തുന്നത് പോലെ ബുദ്ധിയും വിവേചനവും സ്വാതന്ത്ര്യബോധവും എന്താണ് വ്യക്തിത്വവും ഒക്കെ ഉണ്ടാവേണ്ട മനുഷ്യന് എല്ലാവരെയും ഒരേ അച്ചിൽ ഒരേപോലെ, അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ, ഇന്ത്യ മുതൽ ഇന്തോനേഷ്യ, ഇറാഖ് വരെ സകല മനുഷ്യരുടെ മൂടും ഒരേ ലെവലിലേക്ക് റിമോട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന അത്യന്തമാരകമായ പ്രവർത്തനം ഇവർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കലയ്ക്ക് ആ ഭാഗത്തൊക്കെ. അതുകൊണ്ട് നമുക്ക് മുസ്ലിം ഉമ്മത്തും ഈ സകല മതവിഭാഗങ്ങളും മത പ്രശ്നങ്ങളുമായ ചർച്ച ചെയ്യുന്നത് കർമ്മപര അനുഷ്ഠാന കാര്യങ്ങളിലാണ്.
അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ നടക്കുന്ന ആരാധന, ആചാര, അനുഷ്ഠാന കാര്യങ്ങൾ അതിലൊരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പലിശ വാങ്ങിയ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അതേസമയം കൈ ഇവിടെ കെട്ടിയോ ഇപ്പുറത്ത് കെട്ടിയോ, ഇനി നബിതരം തന്നെ നടത്തിയോ നടത്തിയില്ലേ, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും ഗൗരവത്തിൽ എന്താ നമ്മൾ പലിശയെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? എന്താ നമ്മളെ ചർച്ച ചെയ്യാത്തത്? പലിശ എന്താ നമുക്ക് പ്രശ്നമല്ലാതെയായി മാറുന്നത്? നിർബന്ധിതമായ സാഹചര്യത്തിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്നിനെ പിൻപറ്റേണ്ടി വരുന്നതും. പക്ഷെ വളരെ ലാഘവത്വത്തോടെ, അയഞ്ഞ സമീപനത്തോടെ, യാതൊരു വിമ്മിഷ്ടങ്ങളുമില്ലാതെ നിലനിൽക്കുന്ന ജീർണതകളെ മുഴുവൻ അങ്ങനെ തന്നെ എടുക്കാൻ പലിശ. ലഹരിയൊക്കെ നമ്മൾ പറയണ്ടല്ലോ ഇപ്പോ എല്ലാ സമൂഹത്തിലും, മുസ്ലിം ഉമ്മത്തിലടക്കം. ആഘോഷമാണെങ്കിൽ ലഹരി ഇല്ലാതെ ഒരു കാര്യം നടക്കൂല. ഇപ്പൊ ഓണം കഴിഞ്ഞല്ല, എമ്മാതിരി കുടിയാ കുടിച്ചിട്ടുള്ളത് മലയാളി. ഭയങ്കരമായ മതപരവും ദൈവികവും ആചാരപരവുമായ അനുഷ്ഠാനമാണ്. കുടിച്ചു മറിയാണ്. ഈ മദ്യപിക്കുന്നിടത്തോ ലഹരി ഉപയോഗിക്കുന്നിടത്തൊന്നും റസൂലിന്റെ സുന്നത്ത് റസൂൽ തൊടാൻ സമ്മതിച്ചിട്ടില്ല. സത്യവിശ്വാസി ഒന്നും അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല. പക്ഷെ അവിടേക്കൊന്നും എന്ത് ചെയ്യൂല, റസൂലിന്റെ സുന്നത്ത് പോകൂല. കല്യാണക്കാരൊക്കെ നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ തന്നെ നമ്മൾ പറയേണ്ടതാണ്. കല്യാണത്തിലൊക്കെ ഹീറോ സിനിമ കല്യാണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം സിനിമ കല്യാണത്തിന്റെ ഈ റോൾ മോഡൽ സിനിമയാണ്. സിനിമന്റെ ഇമാമ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതാരാണ് സിനിമന്റെ ഇമാം? അത് ഹോളിവുഡാണ്. ഹോളിവുഡ് പറഞ്ഞാൽ ഇസ്രായേൽ തന്നെയാണ്. നമ്മളെ കല്യാണങ്ങളിലെ ഭൂരിപക്ഷം ആ നിക്കാഹ് നടത്തുമ്പോ മാത്രം ഉസ്താദ് വരും. പിന്നെ നടക്കണ പേക്കൂത്തുകളുണ്ടല്ലോ, നമ്മളാകെ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന കല്യാണങ്ങളൊക്കെ എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്? സ്ത്രീ പുരുഷന്റെ കൂടിക്കലരകൾ മുതല് ആറാട്ടുകളും പൊറാട്ട് നാടകങ്ങളും മുതല് മനീമസമായ യാതൊരു വിശുദ്ധിയുമില്ലാത്ത, അതിന് തങ്ങള് വേണം, ഉസ്താദ് വേണം, ഖത്തീബ് വേണം, ഖാദി വേണം, ഭയങ്കര പ്രമാണിയായിരിക്കണം. ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഒരു അച്ചിലൂത്തല്, ഒരു കാര്യമില്ലാത്ത, അതിന്റെ അനുഷ്ഠാനം ഗംഗേമാക്കും, അത് ഭയങ്കര പ്രമാണിയായിരിക്കും. എന്നിട്ട് നടത്തുന്ന കാര്യത്തിൽ ഒരു റസൂലുമില്ല, ഒരു അള്ളിയില്ല. അവിടെ ഒന്നും ഇല്ലാത്ത സുന്നത്ത് പള്ളിക്കൽ നിസ്കരിക്കുമ്പോൾ കയ്യും ഇവിടെയും കിട്ടിയിട്ട് സുന്നത്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം ആർക്കിട്ടാനാ പോണത്? എന്ത് ലഭിക്കും നിങ്ങൾ കരുതുന്നത്? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോണത് അവരെ പറഞ്ഞ് റസൂല് നിങ്ങൾക്ക് നല്ല മാതൃകയാണ്. ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്തവർക്ക് റസൂലിന്റെ പ്രശ്നം തന്നെയാണപ്പോ. അതുകൊണ്ട് പുതിയ കാലത്ത് റസൂലിന്റെ എല്ലാറ്റിനെയും അവർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോ പൗരാണിക പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അതിനിശിതമായ വിമർശനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യേശുവിനേക്കാൾ, മൂസാ നബിയേക്കാൾ, ഇബ്രാഹിം നബിയേക്കാൾ, രാമനേക്കാൾ, കൃഷ്ണനേക്കാൾ, ബുദ്ധനേക്കാൾ, ജൈനനേക്കാൾ ജനങ്ങളുടെ പച്ച ഏറ്റവും അത്യന്താധുനിക ലോകത്ത് വന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ളവരൊക്കെ പൗരാണികന്മാരാ. അവരാരും മോശക്കാരൊന്നുമല്ല. അതിമഹത്തരമായ നക്ഷത്രങ്ങളാണ് അവരൊക്കെ. നന്നായിട്ട് വെളിച്ചം ചിതറി എന്തൊന്നില്ലാത്ത പ്രകാശം ചൊരിഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞുപോയ നക്ഷത്രങ്ങളാണ് ആ മഹാപ്രവാചകന്മാരൊക്കെ. നബി പോലും പുതിയ അവകാശവാദം നടത്തിയിട്ടില്ല. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതസ്ഥാപകനാണ് മുഹമ്മദ് നബി, ഈസാ നബി ക്രിസ്തു മതം. ഇതൊക്കെ വെറുതെ പറയാ. ഈസാ നബി ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടില്ല. മൂസാ നബി യഹൂദ മതം ഉണ്ടാക്കിയിട്ടില്ല. ലോകത്തിലെ ഒരു പ്രവാചകന്മാരും ഒരു പുതിയ മതവും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും വിളിച്ചത് യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നിങ്ങൾ അല്ലാഹനെ അംഗീകരിക്കണം. മലയാളത്തിൽ പറയുമ്പോൾ ഈശ്വരനെ അംഗീകരിക്കണം, കർത്താവിനെ അംഗീകരിക്കണം, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണം. അല്ല നബിമാര് വന്നിട്ട് വംശ, ഭാഷ, ദേശ, കുടുംബ, സമുദായ, ജാതി, മത, വർഗ ഇതിലൊന്നും പഴയ കാലത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി പറയുന്നുണ്ട്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ കുഞ്ഞാടുകളിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇസ്രായേലിലേക്ക് വന്ന നബിയാണ് ഈസാ നബി. അതിന്റെ അർത്ഥം അദ്ദേഹം വർഗീയവാദിയാണ്, സാമുദായികവാദിയാണ് എന്നല്ല. അന്നത്തെ സ്പേസും അതുപോലെ തന്നെ എന്താ പറയാ എഡ്യൂക്കേഷനും ട്രാവലിംഗും കമ്മ്യൂണിക്കേഷനും ഒക്കെ പരിമിതികളുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ഒരു ഗോത്രം, ഒരു കുടുംബത്തിലേക്കും ഒരു സമുദായത്തിലെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആളുകളിലേക്കൊക്കെയാണ് ഒരു നബി വരിക. അതേട്ട് അപ്പുറത്തേക്ക് നീങ്ങാൻ കഴിയില്ല. അന്നത്തെ സഞ്ചാരവും യാത്രയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അല്ലാതെ അവര് ഒരു സമുദായത്തിന്റെ വർഗീയ സാമുദായിക കാര്യങ്ങൾ പറയാൻ വന്നു എന്നല്ല. ഈസാ നബി അവിടെ ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പുറത്ത് ചിലപ്പോൾ വേറെ നബി ഉണ്ടാവും, മറ്റേ ഭാഗത്ത് വേറെ ഒരു നബി വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. കാരണം അന്ന് ദേശങ്ങളും ഭാഷകളും തമ്മിൽ ട്രാവലിംഗും കമ്മ്യൂണിക്കേഷനും ഒന്നും നടക്കൂല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതൊന്നും ഇത്രമാത്രം ബൃഹത്തായി തുറന്നൊരു കാലത്തൊന്നുമല്ല. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആധുനിക മനുഷ്യന്റെ സഞ്ചാരങ്ങളുടെ വേഗത കൂടുകയും അറിവുകളുടെ വിതരണം അതിവിശാലമാവുകയും ദൂരങ്ങൾ കുറയുകയും ഒക്കെ ചെയ്ത ഏറ്റവും അത്യന്താധുനിക ലോകത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. പക്ഷേ ഈസാ നബിക്കും ശ്രീരാമനും ഇബ്രാഹിം നബിക്കും മൂസാ പ്രവാചകനൊന്നും ഇല്ലാത്ത വണ്ണമുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിശകലനങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ പോസ്റ്റ് മോഡേൺ കാലത്ത് നന്നായി അവരുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള നബിയെ സംബന്ധിച്ച് ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പ്രശ്നം പറയൂ? റസൂൽ കൊണ്ടുവന്ന
ആശയങ്ങളും റിസാലത്ത്. അള്ളാഹുവിന് റിസാലത്താണുള്ള പ്രശ്നം. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. നബിമാരെ പ്രശ്നമാകുന്നത് ആ വ്യക്തിയല്ല പ്രശ്നം, ആ വ്യക്തികൾ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളാണ്. അവർ പ്രബോധനം ചെയ്തിട്ടുള്ള റിസാലത്ത് എല്ലാത്തിനും അങ്ങനെയാണ്. ആശയവും ദർശനവും ഒക്കെ രൂപപ്പെടുന്നത് അതിന്റെ നേതാവ് പറയുന്ന കാര്യങ്ങൾ, അതിനെ പ്രതിനിധീകരിക്കുന്നവർ പറയുന്ന കാര്യം, അതുള്ള റിസാലത്ത്. നല്ല റിസാലത്തുണ്ട്, കള്ള റിസാലത്തുണ്ട്. നബിനെ പറഞ്ഞിട്ടുണ്ട്, ഇനി 30ഓളം നബിമാര് വരുന്നു, കള്ള നബിമാര്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഉട്ടുവപ്യൻ പരിഹാരങ്ങളുമായി, കപട കള്ള പരിഹാരങ്ങളുമായി, പരിഹാരമാണ് എന്ന് തോന്നുന്ന പല രീതിയിലുമുള്ള കൃത്രിമമായ പരിഹാരങ്ങളുമായി ഖിയാമത്തിന്റെ മുമ്പ് 30ഓളം നബിമാര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി ഉള്ളൂ ആത്യന്തിക പരിഹാരമായിട്ട് വന്നിട്ടുള്ള ആള്. ഇനി വരുന്നവരൊക്കെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ സ്വാർത്ഥവും കുടിലവും തൻപോരിമയിൽ അധിഷ്ഠിതവും, എന്നാൽ ജനങ്ങളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മെരുക്കി മയക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ആശയങ്ങളും സിദ്ധാന്തങ്ങളും കേട്ട ആളുകൾ വരുമെന്ന് പറയുന്നുണ്ട്. ഇനി വരാനിരിക്കുന്നുണ്ടാവും. മാക്കിയവല്ലിയും ഗോൾവാൾക്കറൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട നബീനെ ആകാൻ സാധ്യതയൊക്കെ ഉണ്ട് ചിലപ്പോ. കാരണം കള്ള ദർശനങ്ങൾ, കള്ള ആശയങ്ങൾ, മനുഷ്യർക്ക് പൊതുവായിട്ട് പ്രയോജനം ചെയ്യാത്ത നിലപാടുകൾ ഒക്കെ വന്നിട്ടുണ്ട്. പല ആളുകളും വന്നിട്ടുണ്ട്. ആളുകളെ വ്യക്തിയും പേരും ഒന്നും ഒപ്പം എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമല്ലേ. പക്ഷേ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, സന്മാർഗവുമായിട്ടാണ് ഈ റസൂലിനെ ഞാൻ അയച്ചിട്ടുള്ളത്, ഹിദായത്തുമായിട്ടാണ് അയച്ചിട്ടുള്ളത്. സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മനുഷ്യർക്കും പറ്റുന്ന സന്മാർഗം എന്ന് പറയുന്നത് NSSന് മാത്രം പറ്റുന്ന കാര്യത്തിലല്ല, SNDPക്ക് മാത്രം പറ്റുന്ന കാര്യത്തിലല്ല, കത്തോലിക്ക സഭയ്ക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല, സുന്നികൾക്ക് മാത്രം പറ്റുന്ന കാര്യത്തിന് ഹിദായത്ത് എന്ന് പറയില്ല, മുജാഹിദുകൾക്ക് മാത്രം ലാഭം കിട്ടുന്ന കാര്യത്തിന് ഹിദായത്ത് എന്ന് പറയില്ല, ജമാഅത്തെ ഇസ്ലാമിക്കും തബ്ലീഗോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ഫലം കിട്ടുന്ന കാര്യത്തിനല്ല ഹിദായത്ത് എന്ന് പറയാ, ഹുദ എന്ന് പറയാ. അല്ലെങ്കിൽ തൊഴിലാളിക്ക് മാത്രം, അല്ലെങ്കിൽ മുതലാളിക്ക് മാത്രം, അല്ലെങ്കിൽ സവർണന് മാത്രം, അല്ലെങ്കിൽ അവർണർക്ക് മാത്രം, അല്ലെങ്കിൽ ഉള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് മാത്രം, ഇതിനൊന്നല്ല ഹിദായത്ത് എന്ന് പറയാം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫലം ലഭിക്കുന്ന, സകല ആളുകൾക്കും. സൂര്യനെ പോലെ, സൂര്യന്റെ വെളിച്ചം ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജമാണ്, ഭൂമിയിലെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണത്. എല്ലാറ്റിലേക്കും എല്ലായിടത്തേക്കും എന്തിനും അതിന്റെ വെളിച്ചം ഒരു തടസ്സമില്ലാതെ പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും അത് വേണം. ഏകകോശജീവി അമീബ മുതൽ ഈ മഹാസമുദ്രങ്ങളടക്കം നിലനിൽക്കുന്നത് സൂര്യന്റെ വെളിച്ചവും അതിന്റെ പ്രവർത്തനം, അങ്ങനെ പരസ്പര ബന്ധിതമായ കുറെ ഘടകങ്ങളുണ്ട്. എല്ലാവർക്കും ഫലം കിട്ടണം. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പൊ ഈ സഹാറ, ഇന്നലെ ഇവിടെ ഒന്ന് വായിച്ചു, സഹാറ മരുഭൂമി ഉണ്ട്, ഒന്ന് മരുഭൂമിയാണ്, ഒന്ന് ആമസോൺ കാടാണ്. രണ്ടും തമ്മിൽ ദൂരം 2500-3000 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് അതിന്റെ ഇടയിലുള്ള കടല്. ഇത് രണ്ടും പരസ്പരം ചേർന്നിട്ടാ കിടക്കണം എന്ന് പറയാല് ഈ സഹാറയിൽ അടിക്കുന്ന കൊടുങ്കാറ്റുണ്ട്. ആ കൊടുങ്കാറ്റ് മൂലം അവിടെ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പൊടിപടലങ്ങളുണ്ട്. ആ പൊടിപടലങ്ങള് 2500 കിലോമീറ്റർ കടല് കടന്നിട്ട് ആമസോണില് ആ പൊടിയെത്തുവാണ്. എന്ന് പറഞ്ഞാൽ ആമസോൺ എന്ന് പറയുന്ന വനത്തെ നിലനിർത്തുന്നതിൽ ഈ സഹാറയിൽ നിന്ന് ഉയർന്നു വരുന്ന പൊടിപടലങ്ങളാണ് ആമസോണിന്റെ വലിയ വളമായി, അതിന്റെ ഊർജ്ജമായി മാറുന്നത് എന്ന്. ഒരിക്കലും ഇതൊക്കെ പുതിയ കാലത്താണ് ഇപ്പൊ ഇതൊക്കെ ചേർത്ത് വായിക്കണത്. അപ്പോ ആമസോൺ ഇല്ലെങ്കിൽ സഹാറല്ല, സഹാറല്ലെങ്കിൽ ആമസോൺ ഇല്ല. ആമസോൺ എന്ന് പറഞ്ഞാൽ പച്ചപ്പിന്റെയും അതുപോലെ തന്നെ നിബിഡതയുടെയും നിറവിന്റെയൊക്കെ പ്രതീകമാണ്. സഹാറ എന്ന് പറയുന്നത് ഉണങ്ങലിന്റെയും പരിക്കൻ പ്രകൃതത്തിന്റെയും കഠിനമായ ഉഷ്ണത്തിന്റെയൊക്കെ പ്രതിനിധിയാണ്. പക്ഷെ ഇത് രണ്ടിനെയും എന്ത് ചെയ്തിരിക്കുന്നു? രണ്ടും ഉണ്ടാവുമ്പോഴേ രണ്ടിനും നിലനിൽക്കാൻ പറ്റുള്ളൂ. മരുഭൂമി വനത്തിന് വേണ്ടിയാണ്, വനം മരുഭൂമിക്ക് വേണ്ടിയാണ്. പക്ഷെ രണ്ടും അളവ് തെറ്റിയാൽ പ്രശ്നം ഉണ്ടാവും. എല്ലാം പാകത്തിനാണല്ലോ. അളവ് തെറ്റിയാൽ, ക്രമം തെറ്റി, അധികമായാൽ അമൃതം വിഷം. മരുഭൂമി കൂടിയാൽ പ്രശ്നം ഉണ്ടാവും, വനം കൂടിയാലും പ്രശ്നം ഉണ്ടാവും. രണ്ടും അതിന്റെ അളവിൽ അള്ളാഹു അതിലൊക്കെ ഒരു പിസ്ത് വെച്ചിട്ടുണ്ട്, വസന് വെച്ചിട്ടുണ്ട്. വേറെ ചർച്ചാ വിഷയമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ അയച്ചിട്ടുള്ളത് ഹിദായത്തുമായിട്ടാണ്, ഹുദയുമായിട്ടാണ്. ആ ഹുദ എന്ന് പറയുന്നത് എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും ഗുണകരമായ സന്മാർഗദർശനവുമായിട്ടാണ് ഈ റസൂലിനെ ഞാൻ അയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. ഈ റസൂൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹു വൽ യൗമൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾക്ക്, അപ്പൊ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമല്ലാത്തവരൊക്കെ റസൂലിനെ തുരന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ മുതൽ എല്ലാ തലങ്ങളിലും ഉണ്ട്. നമ്മുടെ ആരും വെക്കണ്ട. റസൂൽ തിരുമേനി, ഞാൻ പറഞ്ഞല്ലോ, റസൂൽ തിരുമേനി തന്നെ പറഞ്ഞ ഒരു രസകരമായ ഒരു ഭാഗമുണ്ട്. ഒരാൾ വലിയൊരു കെട്ടിടം നിർമ്മിച്ചു. ഓരോ സമയത്തും അതിന്റെ കിട്ടുന്ന സംഗതിക്കനുസരിച്ച് ഓരോ കല്ലിങ്ങനെ വെച്ച് 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 പൂർത്തിയാക്കി. നല്ല വീട്. അവസാനം അതിന്റെ അടുത്തൊക്കെ വന്നപ്പോൾ ഒരു കല്ലും കൂടി ബാക്കിയുണ്ട്, ഒരൊറ്റ കല്ല്. അതും കൂടിയാണ് വെച്ചാലാണ് ആ കെട്ടിടത്തിന്റെ പരിപൂർണത പൂർത്തിയാക്കപ്പെടുക. ഞാനാണ് ആ കല്ല്. ഞാൻ മാത്രമേ അല്ലാണെന്നല്ല, വന്നിട്ടുള്ള 1 ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാർ,
ലോകത്ത് വന്നിട്ടുള്ള സകല നബിമാരും ഒരേ കെട്ടിടത്തെ ദൈവാനുസരണത്തിന്റെ, അള്ളാഹുവിനെ ദൈവത്തിനെ മാത്രം അനുസരിക്കുന്നതിന്റെ മൂല്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൽ അവസാനത്തെ ആളാണ് ഞാൻ. അത് വളരെ ശാസ്ത്രീയമാണ്. നബിക്കേശം പിന്നെ ആരും വന്നിട്ടില്ല. ഞാൻ നബിയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു പുതിയ വേദം, ഒരു സാർവലൗകിക സ്വഭാവമുള്ളത്, ജീവിതത്തിന്റെ ചെറിയതും വലിയതുമായ സകല ഭാഗങ്ങളിലും കൃത്യമായ മാതൃക നൽകുന്ന ഒരാളും ലോകത്ത് പിന്നെ എവിടെയും വന്നിട്ടില്ല. അപ്പൊ ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നബിയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് വല്ല ദൈവാസത്തിലും റസൂലിന്റെ ദൗത്യം വളരെ വിശദം പല സ്വഭാവത്തിനും ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കൽ നിർബന്ധം. എന്തിനാണ് നബി വന്നതെന്നുള്ളത്, നബി വന്നതെന്തിനാണെന്നറിയാതെ ആട്ടവും പാട്ടവും ഉത്സവവും ആഘോഷവും ഒക്കെ നടത്തിയിട്ട് അള്ളാന്റെ റസൂലിനോടുള്ള തൃപ്തി പ്രകടിപ്പിച്ച് കളയാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നിടത്തും മുഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നിടത്തും ഒക്കെ ഗുരുതരമായ വീഴ്ചകൾ എനിക്കും നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ എന്തിനാ വന്നത്? ഇത് പഠിക്കണല്ലോ ഞാനും കൂടെ. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഭൂമിയിൽ നിർവഹിച്ചത്, അതാണ് എനിക്കും നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള പണി. സൂറത്തുൽ ജുമുഅ ഉണ്ട്, നിങ്ങൾ ഞാനൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്താണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin. ഈ റസൂലിനെ അയച്ചത് അള്ളാഹു ആകുന്നു. അതിനെ കുറെ അർത്ഥങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊരു പാർട്ടി പ്രവാചകനോ, ഇതൊരു മതപ്രവാചകനോ, ഇതൊരു ജാതി പ്രവാചകനോ, ഇതൊരു സമുദായ പ്രവാചകനോ, ഇതൊരു ദേശഭാഷാ പ്രവാചകനോ ഒന്നുമല്ല. ഇതിനയച്ചിട്ടുള്ളത് അള്ളാഹുവാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഇയാളെങ്കിട്ട് നേതാവാക്കാന്ന് പറഞ്ഞിട്ട് ഉന്തിത്തള്ളി മുന്നിലേക്ക് വിട്ടൊന്നുമല്ല. അദ്ദേഹം സ്വയം അതായി വന്നതുമല്ല, മറ്റാരെങ്കിലും അദ്ദേഹത്തിന് നൽകിയ പദവിയല്ല. റസൂലാവാന്ന് പറഞ്ഞത് അള്ളാഹ് തിരഞ്ഞെടുക്കുന്നതാണ്. ഹുവല്ലദീ അർസല റസൂലഹു. ഈ പ്രവാചകൻ അയച്ചിട്ടുള്ളത് അള്ളാഹു ആകുന്നു. എന്നിട്ട് പറയാം ബിൽ എന്തിന് ബിൽ ഹുദാ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിരക്ഷരരും അറിവില്ലാത്ത, അതിന് കുറെ വിശദീകരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോണില്ല. ഈ പാശ്ചാത്യ ലോകം അതുപോലെ യഹൂദന്മാരൊക്കെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്ന വർത്താനുണ്ട്. പാശ്ചാത്യ ലോകം നമ്മളെ കുറിച്ചൊക്കെ ഇന്ത്യക്കാര്, അറബികള്, ചൈനക്കാര് എന്നൊക്കെ പറഞ്ഞാൽ വിവരമില്ലാത്തവരാണ്, ബർബറുകളാണ്, നിഗറുകളാണ്. അതുപോലെ തന്നെ എന്താണ്, വളരെ നിരക്ഷരന്മാരാണ്, അവരാണ് സംസ്കാര സമ്പന്നര്, നമ്മളെ പഠിപ്പിക്കണം. യഹൂദന്മാർക്ക് അങ്ങനെ വ്യത്യാസമുണ്ട്. യഹൂദന്മാർ അങ്ങനെ വിശ്വസിക്കണം. ബാക്കിയുള്ളവരൊക്കെ ആരാണെങ്കിലും ശരി, ലോകത്തെ എല്ലാ വിഭാഗങ്ങളും ഉമ്മീകളാണ്, അവരാണ് വിവരമുള്ളവരും ജ്ഞാനമുള്ളവരും എന്നാണ് അവരുടെ ഒപ്പ്. അങ്ങനെ അതുകൊണ്ടാണ് നബിനെ അവർ തള്ളിപ്പറയാൻ പ്രത്യേക കാരണം. ഇത് ഞങ്ങൾ വലിയ വിവരമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു വിവരമില്ലാത്ത ഈ അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ഇയാൾ എന്തിനാണ് നബിയാക്കിയിട്ട് അയച്ചെന്ന് വെച്ചിട്ടാണ് യഹൂദന്മാർ പിൽക്കാലത്ത് എന്ത് ചെയ്യണത്, മുഹമ്മദ് നബിയെ നിരാകരിക്കുന്നത്. ഈസാ നബിനെ അവര് നിരാകരിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹു അതന്നെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin, നിങ്ങളാ പറയുന്ന നിരക്ഷരന്മാർക്കിടയിൽ നിന്ന് ഇതാ ഒരു നബിയെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനാണ്? യത്ലു അലൈഹിം ആയാതിഹി. അപ്പൊ റസൂൽ ഇവിടെ വന്നാൽ എന്താ ചെയ്യുക? കുന്നംകുളത്തോ പെരുമ്പിലാവിലോ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ റസൂൽ വന്നാൽ എന്താ ചെയ്യുക? നേരെ പള്ളിയിൽ വരും, എന്നിട്ട് ഇമാമത്ത് നടത്തും, മദ്രസന്റെ സദറാവും, അറബി കോളേജിന്റെ പ്രിൻസിപ്പാളാവും. അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കുക. അത്രയ്ക്കല്ലേ ഇപ്പം മതത്തിന്റെ ഒരു സ്പേസ്, അതിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. പക്ഷെ റസൂലിനെ കുറിച്ച് അള്ളാഹ് പറയുന്ന വർത്താനം എന്താ? ആ റസൂല് വരും, യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതും. അള്ളാന്റെ ആയത്ത് മാത്രം കേട്ടോ. കമ്മ്യൂണിസ്റ്റ് ആയത്തോ, കോൺഗ്രസ് ആയത്തോ, BJP ആയത്തോ, സുന്നി ആയത്തോ, മുജാഹിദ് ആയത്തോ, മുസ്ലിം ആയത്തോ, ഹിന്ദു ആയത്തോ, അമേരിക്കൻ ആയത്തോ, അറബി ആയത്തോ, സംഘപരിവാറിന്റെ ആയത്തൊന്നുമല്ല. ദേശഭാഷ വംശ സമുദായങ്ങളുടെ ആയത്തുകളല്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ. അതാ നബി വന്നിട്ട് നിങ്ങൾക്ക് ഓതിത്തരും. എല്ലായിടത്തും ഓതും. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ ഓതും. ആളും തരമൊന്നും അതിൽ പ്രശ്നമല്ല. അമ്മാർ ഇബ്നു യാസിറിനോടും അബൂജഹലിനോടും ഒരേ വർത്താനാണ് പറയാനുള്ളത്. ഉമയ്യത്ത് ഇബ്നു ഖലഫിനോടും അതുപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹിനോടും ഒരേ കാര്യമാണ് പറയാനുള്ളത്. ഇതാ അള്ളാഹുവിന്റെ ആയത്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ മുന്തിയോനാണോ, താമോനാണോ, മുതലാളിയാണോ, തൊഴിലാളിയാണോ, കറുത്തോനാണോ, വെളുത്തോനാണോ, ദേശഭാഷ വ്യത്യാസങ്ങളൊന്നുമില്ല. അള്ളാഹുവിന്റെ ആയത്ത് വിശദാംശങ്ങൾ വേണ്ട ഭാഗമാണത്. ഞാൻ പറഞ്ഞത് ഖുർആൻ നേരെ പറഞ്ഞ വർത്താനാണ്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കും. യത്ലു എന്നുള്ളതിന് രണ്ടാമത്തെ അർത്ഥം കൂടിയുണ്ട്. ഒന്ന് ഓതി കൊടുക്കുന്നുള്ള, രണ്ടാമത്തതോ അതിന്റെ ഫോളോവർ ആയിരിക്കും. മികച്ച ആ പറയുന്ന കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും റസൂൽ. എന്താണോ ജനങ്ങളോട് പറയണത് ആ കാര്യങ്ങൾ അനുസരിച്ചുള്ള മാതൃകാ മോഡലായി ഏറ്റവും മികച്ച അതിന്റെ ഫോളോവറായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും പ്രസംഗിക്കണോന് മോഡലാവില്ല, മോഡലാകുന്നവന് പ്രസംഗിക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രസംഗത്തെ കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് പറയാതിരിക്കുകയും ചെയ്യുന്ന മതരാഷ്ട്രീയ ഉദ്യോഗസ്ഥ കലാ സാഹിത്യ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പലതും പറയുകയും അതിന് ഘടകവിരുദ്ധമായി നീങ്ങുകയും ചെയ്യും. പക്ഷെ റസൂൽ അങ്ങനെയല്ല. യത്ലു അലൈഹിം ആയാതിഹി, ആ റസൂലിന് തോന്നിയത് വിളിച്ചു പറയല്ല. ഉമാ യൻതിഖു അനിൽ ഹവ,
എന്തെങ്കിലും തോന്നി, സാമുദായികമായി, മതപരമായി, ജാതിപരമായിട്ട് അത് പറയണം തോന്നിയപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ളപ്പോൾ ആങ്കർമാർ ചർച്ച, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഒക്കെ വരുന്നത് ഓരോ സമയത്ത് അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ വർത്താനങ്ങൾ അവരങ്ങോട്ട് പറയാണ്. ബാക്കി എന്താണ്, ദോഷാണോ നന്മയാണോ ഗുണാണോ ഇതൊന്നും അവരുടെ സംശയമല്ല. റസൂൽ ഇങ്ങനെയൊന്നും പറയാൻ തീരുമാനിച്ചല്ല. റസൂൽ അള്ളാന്റെ ആയത്തങ്ങളോട് ഏത് ഘട്ടത്തിലും, ഇത്ര സങ്കീർണമായ ഘട്ടത്തിലും, ഏത് സമാധാനമുള്ള ഘട്ടത്തിലും റസൂൽ അള്ളാന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിത്തരും. അതിന്റെ മാതൃകാ പുരുഷനായിട്ട് നിങ്ങൾ മുമ്പിലുണ്ടാവും. ഞാൻ നിങ്ങൾ ഓതേണ്ടത് അത് തന്നെയാണ്. മുസ്ലിങ്ങളാണോ റസൂലിനെ ഇത്തിബാ ചെയ്യാനും മുഹബത്ത് പ്രകടിപ്പിക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ ഓതി ആയത്ത് ഓതാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അബൂജഹലിന്റെ മുമ്പിൽ ഓതണം, അബൂലഹബിന്റെ മുമ്പിൽ ഓതണം, സ്വന്തം വാപ്പ അബൂ താലിബിന്റെ മുമ്പിൽ ഓതണം, വാപ്പയെല്ലാം മൂത്താപ്പാന്റെ മുമ്പിൽ ഓതണം, അതുപോലെ തന്നെ ഇണയുടെയും കുട്ടികളുടെയൊക്കെ മുമ്പിൽ ഓതണം, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ഘടന നിയന്ത്രിക്കുന്നവരുടെയൊക്കെ മുമ്പിൽ എല്ലാ ആയത്തും ഓതണം. അത് ഓതാനുള്ള ധൈര്യം ഉണ്ടാവണം. അല്ല പള്ളി കുത്തിർന്നിട്ട് ആയത്ത് ഓതുക എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്. അതൊക്കെ എളുപ്പമുള്ള പടയാണ്. മറിച്ച് ഓതേണ്ടിടത്ത് ആ ആയത്തുകൾ ഓതാനുള്ള കരുത്ത് റസൂൽ ഓതും. ഇത്രയും അലൈഹിം ആയാത്തിക്കും പിന്നെ പറഞ്ഞ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കും, അവരെ സംസ്കരിക്കും, പ്രോസസ് ചെയ്തെടുക്കും, അവരെ വൃത്തിയാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കും. നമ്മുടെ പള്ളി മുതൽ പാർലമെന്റ് വരെ, അടുക്കള മുതൽ അങ്ങാടി വരെ, പള്ളിക്കൂടം മുതൽ പഞ്ചായത്ത് വരെ, കല മുതൽ സാഹിത്യം വരെ, സകല മേഖലയിലും ദുർഗന്ധം വമിച്ച് ചേറുകെട്ടി ചലവും മലിനമായ രക്തമൊക്കെ നിറഞ്ഞ് എല്ലാ അർത്ഥത്തിലും പുഴുവരിച്ച് ജീർണമായ എന്തൊക്കെ സിസ്റ്റങ്ങൾ ഇവിടെ ഉണ്ടോ, സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ഇവിടെ ഉണ്ടോ, അതിനൊക്കെ റസൂൽ ശുദ്ധീകരിക്കും. വയുസക്കീഹിം, മനുഷ്യന്റെ മനസ്സ് മുതൽ പാർലമെന്റുകളുടെ അകത്തളങ്ങളെ അടക്കം, പള്ളി ബെഹ്റാബുകൾ മുതൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രവാചകൻ യുസക്കീഹിം പ്രോസസ് ചെയ്തെടുക്കും. ഇന്ന് ശുദ്ധീകരണം നടക്കണില്ല. പുറത്തിങ്ങനെ ഹാവഭാവങ്ങളും മൂടിയൊക്കെ നമുക്ക് കൂട്ടി തന്നുകൊണ്ടിരിക്കുക. പക്ഷെ അകമേ ദുർഗന്ധം വമിച്ച് ചെളി കെട്ടി ചീഞ്ഞടിഞ്ഞ് ദുർഗന്ധം വമിച്ച് ഒന്നിനും അടുക്കാൻ കഴിയാത്ത വണ്ണം ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് പോലും നമ്മളെ നിസ്സഹായരാക്കുന്ന നിന്ദ്യരാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് യുസക്കീഹിം. അപ്പൊ നമുക്ക് ഇയാളുടെ പണിയതാ, ഇവിടുത്തെ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കണം. കല, സാഹിത്യം, വിദ്യാഭ്യാസം, മതം, രാഷ്ട്രീയം, ആത്മീയത, കുടുംബം, അങ്ങാടി, അടുക്കള, എവിടെയൊക്കെ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുണ്ടായിരിക്കും നിങ്ങൾ ശുദ്ധീകരിക്കണം. വയുഅല്ലിമുഹുൽ കിതാബ്, അള്ളാന്റെ നിയമം പഠിപ്പിച്ചു തരും. ആരെങ്കിലും നിയമമല്ല, ഏതെങ്കിലും മതത്തിന്റെയും ഏതെങ്കിലും പാർട്ടിന്റെയും ഏതെങ്കിലും സംഘടനന്റെയും ഏതെങ്കിലും വിഭാഗത്തിന്റെ നിയമങ്ങളല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഈ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. വയുഅല്ലിമുഹുൽ കിതാബ്, കിതാബ് പഠിപ്പിച്ചു തരും. വല ഹിക്മ, അത് നമുക്ക് പിന്നീട് പറയാം. വല ഹിക്മ ആയത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞത് റസൂലിന്റെ ദൗത്യത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ച ഭാഗമാണ്. ഇതിൽ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഒന്ന് ആയത്തോതി കൊടുക്കും, രണ്ടാമത്തത് പ്രോസസ്സ് ശുദ്ധീകരിക്കും, മൂന്നാമത്തത് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, നാലാമത്തത് ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കും. ഇത് റസൂൽ നിർവഹിച്ച ദൗത്യമാണ്. ഈ ദൗത്യം നിർവഹിക്കാൻ മുസ്ലിം വ്യക്തികൾ, മുസ്ലിം സംഘടനകൾ, മുസ്ലിം സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഓരോന്നും കടന്നു വരുമ്പോഴാണ് റസൂലിനെ ഇത്തിബാ ചെയ്യുക, റസൂലിനോട് മുഹബ്ബത്തുണ്ട് എന്നൊക്കെ നമ്മൾ പറയണതിന്റെ അർത്ഥം ഈ റസൂൽ ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നതോടുകൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കാനും അത് നിർവഹിക്കാനുമുള്ള അറിവും കഴിവും സൗകര്യങ്ങളിൽ നിന്ന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഒരുമിച്ചുകളിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആഴത്തിലും പൂർണ്ണതയിലും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക പിൻപറ്റാനുള്ള അറിവും കഴിവും നൽകി അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൈജ്ഞാനികമായും വൈകാരികമായും സ്നേഹം കൊണ്ടും ജ്ഞാനം കൊണ്ടും മനസ്സിലാക്കാനുള്ള ഉദവി നൽകി വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇഹപര വിജയങ്ങളുടെ അടിസ്ഥാനമാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളത്, റസൂലിന്റെ സുന്നത്ത് എടുക്കുക എന്നുള്ളത്. അള്ളാഹുവേ അതിന് നീ ഞങ്ങളുടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ വിഷയത്തിലൊക്കെ വരുന്ന എല്ലാ ഗുരുതരമായ വീഴ്ചകളും പാഴ്ചകളും നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളോടും ഞങ്ങളുടെ ഇണകളോടും ഞങ്ങളുടെ കുട്ടികളോടും നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകി ഞങ്ങളോട് നീ കരുണ കാണിക്കണേ നാഥ. അള്ളാഹുവേ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വയസ്സായ നമ്മുടെ താഴേക്ക് തന്നെ വരുന്ന ആളുകളുണ്ട്, ഇമാർക്കൊക്കെ വലിയ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ കയറ്റങ്ങോട്ട് കയറാൻ പറ്റാത്തവരുന്ന ഒരു വെള്ളിയാഴ്ചക്ക് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ടും മറ്റു വിഷമങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും ഒക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തും സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിലെ പരിണതികൾ അള്ളാഹുവിനെ മനോഹരമായി കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി അവരെയും നമ്മയും ഒക്കെ
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا ظلمنا انفسنا فان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد صلى الله عليه وسلم.